വാട്സ്ആപ്പ് ഗായ്സ്, ഇറ്റ്സ് മീ ജോബിങ് ഹിയർ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് കാലമായിട്ട് എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പറവ ലോഫ്റ്റ് വിസിറ്റ് വീണ്ടും വീഡിയോസ് എല്ലാം ചെയ്യും, പറവ വീഡിയോസ് എല്ലാം തിരിച്ചു വരുമെന്ന്. അപ്പോൾ നമ്മുടെ അനിലാണ് നമ്മൾ ലാസ്റ്റ് ഒരു 1.5 year ബിഫോർ നമ്മൾ എന്താ പറയുക ഒരു നല്ല ക്വാളിറ്റിയുള്ള ഏകദേശം 14-15 തൂവലൊക്കെ ഉള്ള പ്രാവ് ഉണ്ടായിരുന്നു. ഒരു ടെയിലിൽ 14-15 തൂവലുള്ള ടെയിലുള്ള പ്രാവൊക്കെ ഉണ്ടായിരുന്നത് അനിലണ്ണൻ്റെ അടുത്തായിരുന്നു. നല്ല ക്വാളിറ്റി റിസൾട്ടുള്ള പ്രാവുകളൊക്കെ ആയിരുന്നു. പാകിസ്ഥാനി എല്ലാം ഉണ്ടായിരുന്നു. അതേ ലോഫ്റ്റ് നമുക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും അത് ഷൂട്ട് ചെയ്യാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ പ്രാവുകളും അതേപോലെ നിങ്ങൾ കൂട്ടുകാർ ഒരുപാട് ഡൗട്ടുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടെന്ന്. ആ സംശയങ്ങളുടെ രീതിയിലുള്ള എന്താ പറയുക ആ ക്വസ്റ്റ്യൻസ് എനിക്ക് ഓർമ്മയുള്ള ഇപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ ഞാൻ ചോദിക്കാം അല്ലണ്ണൻ്റെ അടുത്ത്. ഓക്കെ, അപ്പോൾ അല്ലട ഇത് ലൊക്കേഷൻ എവിടെയാണ് വന്നത്? ലൊക്കേഷൻ വിഴിഞ്ഞം ആഴിമല ക്ഷേത്രത്തിൽ കുറച്ച് ഇപ്പുറം മുല്ലൂർ എന്ന് പറയും. ഓക്കെ, അപ്പം അല്ലാണ്ട് ഇപ്പോഴും പ്രാവുകൾ കൊടുക്കാറുണ്ടല്ലേ? നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട്. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ വന്നിട്ട് നമുക്ക് ആക്ച്വലി ലോഫ്റ്റ് വിസിറ്റ് ആയിട്ട് എടുക്കുകയും അടുത്തൊരു വീഡിയോയിൽ വന്നിട്ട് സെയിൽ പോസ്റ്റ് ആയിട്ട് എടുക്കുന്നതായിരിക്കും. അപ്പം ഏതൊക്കെയാണ് പ്രാവ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പ്രാവുകൾ അല്ലാണ്ട് കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ അല്ലാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പ്രാവുകൾ ഇപ്പോൾ കിടക്കുന്ന ഏതൊക്കെയാണ് കിടക്കുന്നത്? ഇപ്പോൾ ഇത് ഒരു ജാക്കും ചാമ്പയും കൂടെ മിക്സ് ചെയ്ത് ഇറങ്ങിയ ഒരു ഫീമെയിലാണ്. ഓക്കെ ഓക്കെ. ഇതൊക്കെ ടൈമൊക്കെ എങ്ങനെ വെച്ചിട്ടുണ്ട്? ടൈമൊക്കെ എങ്ങനെ വെച്ചിട്ടുണ്ട്? ഇതൊക്കെ ടൈം കയറി ഞാൻ 11-12 മണിക്കൂർ മോറിൽ ഞാൻ പറത്തി 12 ചില്ലറ വരെ പറത്തി ഞാൻ ഇത് വെട്ടി വെച്ചിരിക്കുന്നതാണ് കുഞ്ഞെടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി. ഇതിന്റെ മെയില് ഓക്കെ ജോഡിയിട്ട് ഇത് ഈ ജോഡി ഇടുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പേര് സെറ്റ് ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ്? നമ്മൾ ആദ്യം ഒരു ജോഡി സെറ്റ് ചെയ്തിട്ട് അതിന്റെ കുഞ്ഞ് റിസൾട്ട് ഇല്ലെങ്കിൽ ആ ജോഡി പൊളിക്കും. ഓക്കെ, ഒറ്റ ഫസ്റ്റ് ഇതിൽ തന്നെ കുഞ്ഞിനെ വിട്ടു. കുഞ്ഞിന് റിസൾട്ട് ഇല്ലെങ്കിൽ ആ ജോഡി പൊളിക്കും. ജോഡി പൊളിച്ച് വേറെ ജോഡി കയറ്റും. അല്ല ഈ അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും നോക്കാറില്ല? ഇല്ല, പിന്നെ അതിന്റെ ഒരു ലുക്കുകൾ നോക്കും. ഈ കണ്ണ് കണ്ണിന്റെ ഹെഡും കണ്ണിന്റെ ഇതും. ഓക്കെ, ഇപ്പൊ ഈ കണ്ണില് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത അങ്ങനെ എന്തെങ്കിലും ആയിട്ട്? ഇത് മഞ്ഞ കണ്ണും ഓറഞ്ച് കണ്ണും കൂടെ ചേർന്നുള്ള ഒരു കണ്ണാണിത്. ഓക്കെ, ഈ ഹൈറ്റിന്റെ രീതിയിൽ അപ്പം ഹൈറ്റ് അല്ല, ഇത് ടോപ്പ് കുറവാണ്. ഓക്കെ ഓക്കെ ടോപ്പ്. ഓക്കെ ഓക്കെ. ഇതിൽ തന്നെ ഓറഞ്ച് ബാറും മഞ്ഞ മിക്സും കൂടെ. ലെൻസ് ഒക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ കിട്ടും. നെക്സ്റ്റ് അടുത്ത ആള് ഇസുറമ ഞാൻ 11 ചില്ലറ പറത്തിയതാണ്. ഇതിന്റെ കണ്ണ് വെച്ചാൽ ഓറഞ്ച് കണ്ണാണ്. നമ്മളെ ഈ ഒരു ഓറഞ്ച് വെള്ളിയൊക്കെ കയറി വരുമ്പോൾ വരുന്നത് ഇതും നമ്മളെ ഈ മേഘം തട്ടി പറക്കുമല്ലേ ഈ സാധനം? നല്ല ടോപ്പ് കയറണത്. ഇതിന്റെ ജോഡി ഇട്ടിട്ടുണ്ട് ഇപ്പോൾ? ഇല്ല, ഇത് സിംഗിളായിട്ട് ഇറങ്ങി. ഇതിന്റെ ഫീമെയിൽ വൈരി അടിച്ചാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് സെയിം കണ്ണുള്ള ഇട്ടിരുന്നത് അതോ? സെയിം കണ്ണുള്ളത്. ഓക്കെ ഓക്കെ. പിന്നെ അതേ സെയിം ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പം പിന്നെ അടുത്ത ജോഡി ഇടാത്തത്. ഓക്കെ, ഇതൊരു ഫീമെയിലാണ്. തമിഴ്നാട് ഇവിടെയാണ്. കർണയല്ല, സാധാ വെള്ളിക്കണ്ണില്ല. ചാമ്പയും ഇതും കൂടെ ചേർന്ന്. ഇതൊക്കെ എത്ര ടൈം വെച്ചിട്ടുണ്ട് ഇവര്? ഇത് പറത്തിയിട്ടില്ല. ഇത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഞാൻ പറത്തിയിട്ടില്ല. ഇതിലെ കുഞ്ഞന്മാരൊക്കെ ടൈം? ഇതിന്റെ കുഞ്ഞ് ഞാൻ ഇവിടെ പറത്തിയതിന് ഞാൻ 7 മണിക്കൂർ വരെ പറത്തി 3ാമത്തെ കല്ലിലാണ് 7 മണിക്കൂർ വരെ പറത്തിയത്. 3-4 കല്ലിൽ 7 മണിക്കൂർ വരെ പറത്തി. അതിനാണ് വൈരി ഉണ്ട്. ഇവിടെ വൈരി ഭയങ്കര ശല്യമാണ്. ഇപ്പോൾ ഈ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരുന്നു ഇപ്പോൾ ഈ വൈരി ശല്യം കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള, ഈ കളർ അടിക്കുന്നത്, പടക്കം വെക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും? അതല്ലേ ഞാൻ മുമ്പ് റോക്കറ്റ് വിട്ടിട്ടുണ്ടല്ലോ. പക്ഷേ അത് ഒരു ഫുൾ ടൈം ഒരു സൊല്യൂഷനാണോ അതോ വീണ്ടും വരുമോ ഇപ്പോൾ റോക്കറ്റ് ഒക്കെ വെച്ചാലും? അത് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഒരു ഇതില്ലാതെ വീണ്ടും ഈ പ്രാവ് പേടിച്ച് പോകില്ല അപ്പോൾ ഈ സൗണ്ട് കേട്ടിട്ട്? അങ്ങനെ തന്നെ 2 പ്രാവ് വന്ന് പോയെന്ന് പറഞ്ഞത്. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. ഇത് ഈ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഇതും വേറെ സ്ഥലം പേടിച്ച് പോകും. ഈ അല്ലാതെ ഇപ്പോൾ ഈ ട്രെയിനിങ്ങിന്റെ ടൈമിലൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് ഈ ഹവായി കൂട് ആ സെറ്റപ്പ് ഒക്കെ ഇപ്പം? അല്ല ഇത് ഈ കൂട് പ്രാവിന് ഇട്ടിരിക്കുന്ന കൂട്? ഓക്കെ ഓക്കെ. ഇതേപോലത്തെ ഒരു ഇത് ഹവായി കൂടല്ലേ? ഇതിനെ പൊക്കത്തി കയറ്റു? ഓക്കെ ഓക്കെ. ഇതിലേക്ക് കെട്ടി വലിച്ചേറ്റല്ലേ? ഓക്കെ ഓക്കെ. ആ ഹവായി കൂടിൽ കയറ്റിയിട്ട് ഒരു എത്ര ദിവസം? ഒരാഴ്ച ഇല്ലേ? ഒരാഴ്ചയില്ല, ഒരു 2 ആഴ്ച വരെ ഹവായി കൂടിൽ തന്നെ ഫുഡും എല്ലാം ഇറക്കും. 4-5 മണിക്കൂർ ഇടുള്ളൂ. നല്ല വെയിലും ഇറക്കും. ഓക്കെ ഓക്കെ. വെള്ളം മാത്രം വെച്ചിരിക്കല്ലേ? ഇത് എൻ്റെ പഴയ കിടന്ന ഇതിന് 9 വയസ്സായി. പഴയ ലൈനേജ് സബ്ജിയാണ് ഇത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ടൈല് നല്ല വീതിയുള്ളതാണ്? നല്ല വീതിയുള്ളത്, നല്ല ബ്രോ. ഓക്കെ. എന്താ സബ്ജിയും ചാമ്പലും ഇതും കൂടെ ചേർന്നുള്ളത് മിക്സ് ആയിട്ട്. ഇത് ഞാൻ 13 സംതിങ് പറത്തിയതാണ്. ഇപ്പോഴല്ല, 2000
അല്ല 6 കൊല്ലത്തിന് മുമ്പേ. ഓക്കെ ഓക്കെ 6 കൊല്ലം മുമ്പ്. 6 കൊല്ലം മുമ്പേ വിട്ട പ്രാവാണ്. ഇപ്പം ഞാൻ അപ്പം ടൂർണമെന്റ് സമ്മാനം അടിച്ചാൽ ഇതിനും ഞാൻ അതിൽ കിടക്കുന്ന കൂടെ തന്നെ എനിക്ക് സമ്മാനം അടിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് അപ്പം എൻ്റെ സ്ഥലം പേരക്കുടെ അല്ലായിരുന്നു. ഞാൻ ഇപ്പോൾ കൂടെ വെച്ചിട്ട് 4 കൊല്ലല്ലേ പേരക്കുടെ അല്ലേ ഇതെല്ലാം വളർത്തിയിരുന്നു. അവിടെ നിന്ന് കൊണ്ടുവന്ന് അപ്പോഴും കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം വെച്ചാൽ വെട്ടിയിട്ടിരിക്കുന്നത് ഇത് പേരക്കുടെ പോകും. പേരക്കുടെ ഇപ്പോൾ പോയെന്ന് വെച്ചാൽ മതി. ഇത് അപ്പം മുമ്പ് വീഡിയോ എടുത്തപ്പോഴും ഉള്ള ആ ഒരു കൂരിപ്പിടയാണ്. ഇത് ഹെഡിനൊരു ഡിഫറൻസ് ഉണ്ടല്ലോ നമ്മളെ സാധാ. ഇത് ടൈമൊക്കെ എങ്ങനെയായിരിക്കും? അപ്പോൾ ഇതിന് ഞാൻ ഇതുവരെ പറത്തിയില്ല, പക്ഷെ ഒരു പ്രാവശ്യം പറത്തി. കണ്ണെന്തോ ഡിഫറെന്റ്, കണ്ണ് ബ്രൗൺ കളറാണ്. ഓക്കെ ഓക്കെ. പക്ഷെ കുറ്റിച്ചുണ്ടാണ്, നല്ല തലയാണ്, നീളം കുറവാണ് പ്രാവിന്. ഓക്കെ ഇത്രയേ ഉള്ളൂ നീളം. ഇത് ഫീമെയിലാണ്. പക്ഷെ കുറുക്കണുണ്ടല്ലേ? ഇത് ഇപ്പം ഞാൻ ടൂർണമെൻറ്റ് സെറ്റ് ചെയ്തതാണ് ഈ ഒരു മെയിലിന്. ഇതിപ്പം ബ്രീഡിംഗ് പേരാ അതോ കുഞ്ഞാ? ഇല്ല ഇപ്പം ടൂർണമെന്റ് സെറ്റ് ചെയ്ത് ഒറ്റ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് ഈ മഴ സമയത്ത് ഹാളജ് കംപ്ലീറ്റ് ചേർത്ത് മുറിക്കാത്ത ഡ്രസ്സിനുണ്ടല്ലോ ഹാളജ് വെച്ചത്. അപ്പോൾ സംഭവം അകത്ത് സ്വിച്ച് നമ്പർ ഈ റൂം ഇറക്കിയല്ലേ ഉള്ളൂ. റൂമിൽ സർക്യൂട്ട് കറണ്ട് മൊത്തം ഇറത്ത് അങ്ങനെയാണ് ഹാളജിനെ പോയിട്ട് മാറ്റിയിട്ട് അതിൻ്റെ താല്പര്യം. ഇത് സെറ്റപ്പ് സാധനമാണ്. ഈ ടൂർണമെന്റിന് മുമ്പ് എത്ര ദിവസമായിട്ട് ട്രെയിനിങ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്? ഇത് ഒന്നിരാടം ഇന്ന് ഒരു 4 മണിക്ക് വിട്ട്. 4 മണിക്ക് വിട്ട് ഒരു 6 മണി 6:30 മണിക്ക് ഫസ്റ്റ് വിട്ട്. ഇത് ഞാൻ കുഞ്ഞ് ആദ്യം പറത്തി. കുഞ്ഞ് ഓൾറെഡി ട്രെയിൻ ചെയ്യിച്ച് വെച്ചിരുന്ന ആള്. കുഞ്ഞിനെ സെറ്റാക്കി വെച്ചിരുന്നു. ഇവിടെ കുഞ്ഞിനെ ഇവിടെ ഞാൻ സെറ്റ് ആക്കി വെച്ചിരുന്ന് പറത്തി ഇറക്കി. 10-12 പറവ പറത്തി ഇറക്കി വെട്ടി വെച്ച്. വെട്ടി വെച്ചിട്ടാണ് പിന്നെ ഇതൊരു 8 കല്ലിയാക്കായി പറത്തി തുടങ്ങിയത്. ഇപ്പൊ 10 കല്ലിയും ഫുള്ള് ഓൾറെഡി ബ്രീഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. പേര് ഇട്ടിട്ടുണ്ടായിരുന്ന സാധനം അത് ഇതുവരെ ഇട്ടിട്ടില്ല. പറത്താൻ വേണ്ടിട്ട് കീപ്പ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു. സീസൺ ആകുമ്പോ വെക്കാന്നുള്ളത്. ഒന്നിലും ജോഡി ഇടില്ല. പോയി ഇപ്പൊ ജോഡി ഇട്ടില്ല ഇതിന്. ഇപ്പൊ ജോഡി ഇട്ട് അങ്ങനെ പിന്നെ ശല്യം 3 കൊണ്ടുപോയി. ഇതിന്റെ കുഞ്ഞിനെ ഇറക്കിയിട്ടില്ലല്ലോ ഇതുവരെ. ഫസ്റ്റ് ഇത് എത്ര പറത്തി വന്നിട്ട് അല്ലാതെ ഇവനെ എത്ര പറത്തിയിട്ടുണ്ട് ഇപ്പൊ? ഒരു ഉദ്ദേശം ടൈം എത്ര? 13-58. ഓക്കെ. ഇത് ഏത് രീതിയിൽ ടൂർണമെന്റ് വിടാൻ വേണ്ടി വെച്ചിരുന്നത്? ടൂർണമെന്റ് ഇപ്പം ഇതിന്റെ ടൂർണമെന്റ് മറ്റേ ബാലരാം ബീച്ച് ഉണ്ട്, മറ്റേ നാഷണൽ ടൂർണമെന്റ് അതില്ലേ ഇപ്പൊ ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പൊ ടൂർണമെന്റ് ഇപ്പൊ ഏതോ ടൂർണമെന്റ് ഇപ്പൊ നടക്കുന്നു. ഇവിടെ നമ്മള് അപ്പുറത്ത് ചോരുള്ള അതിനാണ് 15-14 ഇപ്പൊ വെച്ചിരിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ഞായറാഴ്ച നമ്മളെ ഇവിടെ ഉണ്ണിന്ന് പറയും ചവടയുടെ അവൻ്റെ നമുക്ക് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതിനെ പിന്നെ വെട്ടി വച്ച് ഇതിൽ ജോലി ഇടാന്ന് ചോദിച്ചു. അല്ലാതെ ഇത് നഷ്ടപ്പെടുന്നത് നല്ല പ്രാവുള്ളത് പോയി കഴിഞ്ഞാലും തരൂല. അതേപോലെ തന്നെ വയലടിച്ച് കഴിഞ്ഞാൽ അതും പോയി. അങ്ങനെയാണ് ഈ പിടയും ഒറ്റയ്ക്ക് തന്നെ ഇട്ട്. ഇത് നമ്മുടെ ഇതിൻ്റെ കുഞ്ഞാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതാണ്. അതും ആ സബ്ജിയാണ്, ആദ്യം കാണിച്ച സബ്ജിയാണ്. ഞാൻ 16 ചില്ലറ പറത്തി. 6 വർഷം 6 വർഷം മുമ്പ്. അതിനിപ്പോൾ എങ്ങനെയെങ്കിലും അതിനൊരു അതേപോലെ തന്നെ നമ്മളെ ഈ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടാണ് ഈ ഫുഡിൻ്റെ കാര്യം. നമ്മൾ ഈ ഫുഡ് മിക്സ് ഉണ്ടല്ലോ, ഈ മിക്സ് വന്നിട്ട് ഈ പറത്തുന്ന പ്രാവിന് കൊടുക്കാൻ പറ്റുമോ അതോ ഈ ബ്രീഡിംഗ് പേരിന് മാത്രമാണോ ഈ മിക്സ്? എല്ലാത്തിനും കൊടുക്കുക. ഈ ബ്രീഡിംഗ് പേരിന് കാണാൻ നമുക്ക് ഗോതമ്പ് കമ്പയാ അല്ല. ഇപ്പോൾ ഈ മീൻസ് ഇപ്പം വെയിറ്റ് വെക്കാതെ നോക്കണ്ടേ? മീൻസ് ഓവർ വെയിറ്റ് വെക്കാതെ അതിന് മാക്സിമം ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഗോതമ്പ് കമ്പ പിന്നെ കടല, റാഗി, വെള്ളച്ചോളം, ചുവന്ന ചോളം, പിന്നെ കുറച്ച് കടല, പിന്നെ ബദാം. അത് ടൈം കയറും തോറും 1 ബദാം. പിന്നെ ഈ മീൻകുളിയ വാങ്ങിച്ച് പൊട്ടിച്ച് അതിൻ്റെ ഈ ട്യൂബ് കൊടുക്കാൻ പാടില്ല. അത് പ്ലാസ്റ്റിക്കാണ്. അല്ല എന്തെങ്കിലും പ്രശ്നം വരുമോ? പിന്നെ ഇത് വൈറ്റ് അത് ദഹിക്കില്ല. അത് റബ്ബറാണ് സംഭവം. അതിനെ പിന്നെ വെച്ച് കുത്തി പൊട്ടിച്ച് അത് വാ തുറന്നിട്ട് അത് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ കൊടുക്കാവും. അല്ലെങ്കിൽ മറ്റേ റബ്ബറാണ് ഈ മീൻകുളിയെ. അത് റബ്ബറാണത്. അത് ദഹിക്കില്ല സംഭവം. വയറ്റിൽ തന്നെ കിടക്കും. ഇതിനു മുമ്പ് എന്തെങ്കിലും പ്രശ്നം? പിന്നെ അത് ഒരിക്കലും ഇറളക്കിയ സമയത്താണ് അത്
2-3 ഒന്നിച്ച് വന്നപ്പോഴാണ് ഞാൻ അത് മനസ്സിലാക്കിയത്. ഓക്കെ ഓക്കെ. ഇളക്കിയ സമയത്ത് ഇതിൻ്റെ അങ്ങനെ ഇതിനെ പിടിച്ച് ഞാൻ ഇത് എത്ര ടൈം? ഇതിപ്പം 10 കല്ലി കഴിഞ്ഞതേ ഉള്ളൂ. ഇത് ഞാൻ പറത്തിയില്ല. ഇത്ര പ്രാവ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ വെട്ടി വെച്ചു. ഓക്കെ ഓക്കെ. വെട്ടി വെച്ചാണ് കുഞ്ഞെടുത്തത്. ഈ തുറമ ഇപ്പം നമ്മളൊരു പൈൻ്റെ ഒന്ന് എടുത്തുകൊണ്ടിരുന്നത് നല്ല ടൈം കയറിയത് 9 മണിക്കൂറിന് മുകളിൽ പറത്തി പറവ കണ്ട പറവാണ്. വാങ്ങിച്ചതാണോ അതല്ലാതെ ബ്രീഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് എടുത്തോണ്ടതാ? ഇല്ല അവൻ്റെ വാങ്ങിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ. കണ്ണ് സെറ്റാണ്. കഴിഞ്ഞ വീടിലുണ്ടായിരുന്നു. ഇതിനെ ക്രൂണായിട്ട് പറത്താൻ വേണ്ടി സെറ്റ് ചെയ്ത് വന്നതിന് ഇതിനെ വെട്ടി. ഇതും ഒരു തൊണ്ടൻ്റെ മക്കളാണ്. 2 മെയിൽ. രണ്ടും കാണാൻ സെയിം. രണ്ടും ഒറ്റ സ്റ്റെപ്പിൽ ഇറങ്ങിയാണോ? ഒറ്റ സ്റ്റെപ്പിൽ ഇറങ്ങി 2 മെയിലാണ്. ഓക്കെ ഓക്കെ. രണ്ടും ഒരേ ഇതിൽ സെയിമിൽ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിൻ്റെ തന്തയാണ് ഇത്. എൻ്റെ വന്നിട്ടൊരു 8 കൊല്ലാവും ഈ മെയിൽ. ഓക്കെ. ഇത് നമ്മുടെ ഈ പാൽ സബ്ജി അല്ലല്ലോ? സബ്ജിയാണ് കത്തങ്ങ. ഓക്കെ ഓക്കെ. ചമ്പക്കത്തങ്ങ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ് ഇതിൻ്റെ തന്തയാണ്. ഓക്കെ ഓക്കെ. ഇത് എത്ര വയസ്സുണ്ടോ ഇവന്? ഇതൊരു 7 വയസ്സ് കഴിയും. 7-8 വയസ്സ് അടുപ്പിച്ചാവും. ഓക്കെ ഓക്കെ. നമുക്കതിനെ ഒരിക്കലും ഒന്ന് ക്ലിയർ ആയിട്ട് കാണാം. ഇവിടെ എത്തുമ്പോൾ ഈ കൂട്ടിലെത്തുമ്പോൾ കുഞ്ഞിരിക്കുന്നു. അതിൻ്റെ അങ്ങ് അറ്റത്തിറങ്ങുന്നതിൻ്റെ കുഞ്ഞാണ്. ഓക്കെ. ഇത് ശുദ്ധമുള്ള ടെയിലിന് മാത്രം ഒരു കറുപ്പുണ്ട്. ഇത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വിട്ട് കഴിഞ്ഞാൽ പൊട്ടുപോലേക്കും. പ്രാവ് നീളം കുറവാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പൊട്ടുപോലേക്കും. ഇത് തന്നെ ഇത് ഒരു 7-8 മണിക്കൂർ വരെ ഞാൻ പറത്തിയിട്ടുണ്ട് ഇതിനെ. ഈ ഇപ്പോഴും ഹാലജ് ബൾബ് വെച്ച് കൊടുത്തണോ അതോ അല്ലാതെ ജസ്റ്റ് രാവിലെ രാത്രി ആവണ മുമ്പ് ഇറക്കുമോ ഇവരെല്ലാം? 6:30 പറക്കും. ഓക്കെ ഓക്കെ. ഇപ്പോൾ വിട്ടിട്ടില്ല എല്ലാവരും? ഇല്ല 6:30-6:45 വരി. ഓക്കെ ഓക്കെ. 6:45 രാത്രി. അങ്ങനെ ഇതിന് ഇപ്പം ഇതോടെ സെറ്റ് ചെയ്തത്. ഇതൊരു 2 ആഴ്ചക്കകത്ത് ആയതുള്ളൂ. ചക്കപ്പിള്ളി. ഇത് നമ്മുടെ മറ്റേ 14 വാലൊക്കെയുള്ള അത് എത്തുമ്പോൾ പറയണേ. അപ്പുറത്താണ് നടക്കണേ. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്കണത് എൻ്റെ പ്ലസും ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ കാണിച്ച ഇതിൻ്റെ തള്ളയാണിത്. ഇല്ലല്ലോ. അതിൻ്റെ അമ്മയാണിത്. ഇതിൻ്റെ അമ്മയാണിത്. നേരത്തെ കാണിച്ച ജാക്കപ്പള്ളിയുടെ മെയില്. അതിൻ്റെ ഫീമെയിൽ. അതേ സെയിം പേരിലാണോ ആ കുഞ്ഞിറങ്ങിയതും? അതിൻ്റെ അമ്മയാണ്. ഓക്കെ. അത് പേരൊന്ന് പിടിച്ചത് അതിൻ്റെ? എല്ലാം കൊടുത്തില്ല. ഓക്കെ. ജസ്റ്റ് ഒന്ന് ഓക്കെ. ഇതിൻ്റെ മൂത്ത കുഞ്ഞാണ് അത്. ഓക്കെ ഓക്കെ. ഫസ്റ്റ് ഇറങ്ങിയ കുഞ്ഞാണ്. ഓക്കെ. അത് ഇതിന് പറത്തിയിട്ടുണ്ടോ? അതിനെവിടെ പറത്തിയിട്ടുണ്ടോ? ആ ജാക്കിപ്പുള്ളിയെ പറത്തി 7 മണിക്കൂറേ പറത്തിയുള്ളൂ. ഓക്കെ ഓക്കെ. വെട്ടി വെച്ച് കുഞ്ഞെടുക്കാനായിട്ട്. ഈ പേര് എത്ര കാലമായിട്ടുണ്ട് ഇവിടെ? ഇത് എൻ്റെ വന്നിട്ട് ഒരു 4 കൊല്ലമായി. ഓക്കെ ഓക്കെ. ഇവിടെ വന്നതിന് ശേഷം എടുത്തത്? ഇവിടെ വന്നതിന് ശേഷം എടുത്തത്. ഓക്കെ ഓക്കെ. ഞാൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. കുറേ പ്രാവ് ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ പറയാ, ഇവിടെ മൊത്തം പ്രാവ് ആ സമയത്ത്. ഏതില്ല അന്ന് എനിക്ക് എൻ്റെ ഒരു ഓർമ്മ വെച്ച് 2 വീഡിയോ ആയിട്ട് എടുത്തപ്പോഴാണ് 3 വീഡിയോ ആയിട്ട് എടുത്തെന്ന് തോന്നുന്നു. 3 വീഡിയോ ആയിട്ട് എടുത്തപ്പോഴാണ് നമുക്ക് മൊത്തമായിട്ടൊന്ന് കാണിക്കാൻ തന്നെ പറ്റിയ പ്രാവുകൾ. അത്രയും പ്രാവ് ഉണ്ടായിരുന്നു. ഈ മെയിൽ നാഗർകോവിൽ. ഓക്കെ. കുഞ്ഞുകൊണ്ടുവന്നെയാണ്. ഞാൻ ഇവിടെ 9 മണിക്കൂർ വരെ പറത്തി. തിരികെ പോകുന്നതാണ് വിചാരിച്ചു. പക്ഷെ പോയില്ല. ചിറ കൊടുത്താൽ ഇപ്പോഴും ഫുള്ളായിട്ടുണ്ട്. ഇത് പോയിട്ട് 3 ദിവസം ഞാൻ തിരികെ വന്നത് ഈ മെയിൽ. ഓക്കെ ഓക്കെ ഓക്കെ. അത് എന്താ പറയുക, പറത്തി വിട്ട അല്ല പറത്താൻ വേണ്ടി വിട്ടതാ അതല്ലാതെ ഇങ്ങനെ പറന്നു പോയതാ ഇവിടുന്ന്? പറത്തിയത് ചുമ്മാ പറത്തിയത്. കുഞ്ഞായിരുന്നോ അതോ വലുതായിട്ട് കൊണ്ടുവന്നതാ? കുഞ്ഞിനെ കൊണ്ടുവന്നത്. ഞാൻ ഇതിനെ
ഇപ്പോൾ നമ്മൾ വേറൊരു ലോഫ്റ്റിൽ നിന്നൊക്കെ പ്രാവ് എടുത്തോണ്ടിരുന്നെങ്കിൽ എത്ര ഏതൊരു ഏജിലായിരിക്കും എടുത്തോണ്ടിരാൻ ബെറ്റർ ആയിരിക്കുന്നത്? നമുക്ക് പറത്തണമെന്നുണ്ടെങ്കിൽ ഒരു 3 കല്ലി അവിടെ പറത്തത് 3 കല്ലിയിലേക്ക് 3 കല്ലി അവിടെ ചുറ്റിച്ചാലും കുഴപ്പമില്ല. ഓക്കെ. അവിടെ പിന്നെ മണിക്കൂറോളം 1, 2, 3 മണിക്കൂറൊക്കെ പറത്തി പ്രാവൊക്കെ ആണെങ്കിൽ നമ്മളെ ചിലപ്പോൾ പോകും, മിസ്സാവും. അതോ അവിടെ പോയില്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും അല്ലെങ്കിൽ വൈരി അടിക്കുക എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും. പിന്നെ എന്താ പറയാ, രാത്രിയൊക്കെ പറപ്പിക്കുന്നുണ്ടെങ്കിൽ ഹാലജൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചുള്ള വഴിക്ക് പോകുന്നു. അത് ഈ സബ്ജക്റ്റിൽ ഞാൻ നൈറ്റ് പറത്തിക്കൊണ്ടിരുന്നതാണ്. ഈ വെള്ളമാണ് എല്ലാം ഈ ഹാലജന്റെ. ഈ നൈറ്റ് പറത്താന്ന് വെച്ചാൽ നമ്മൾ രാവിലെ പറത്തി സെറ്റ് ആക്കിയിട്ട് പതുക്കെ ടൈം കയറ്റി കൊണ്ടുവരുന്ന രീതി. അത് 1 മണിക്കൂർ വെച്ച് പകൽ വിട്ടിട്ട് രാവിലെ പിന്നെ 6 മണിക്ക് വിട്ട് വൈകുന്നേരം 6:30 ഇറക്കിയിട്ട് പിന്നെ അതിന് ടൈം കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മണിക്ക് വിടും. 4 മണിക്ക് വിട്ടിട്ട് ഒരു 7-8 മണിയാകുമ്പോൾ ഇറക്കാനുള്ള സെറ്റപ്പ്. പിന്നെ അതിനെ ഒരു 6 മണിക്ക് വിടും. അപ്പോൾ അത് വീണ്ടും 9 ഈ ബൾബും കൂടെ ചേർത്തിട്ട് ഈ ഇറക്കുന്ന നമ്മളിപ്പോൾ ടൂർണമെന്റൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ഈ മൊത്തം പ്രാവിനെ കൂടെ ഒരുമിച്ച് വെട്ടിവിടാൻ പറ്റൂലല്ലോ. അപ്പൊ ഈ ഇറക്കുന്നതിന്റെ ഒക്കെ ഒരു രീതി എങ്ങനെയാണ് ഈ ടൂർണമെന്റ് വിടുന്ന സമയത്ത്? അത് ടൂർണമെന്റ് സംഭവം നമ്മൾ ടൈം ഇപ്പം ഓവറായിട്ട് പറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വെട്ടിട്ട് ഇറക്കാം. ഓക്കെ. ചിലത് ഇറങ്ങി തരും, ചിലത് ഇറങ്ങി തരില്ല. ഓക്കെ. ഇപ്പൊ 2 പ്രാവ് ഇടണമെങ്കിൽ ചിലപ്പോൾ 1 ഇറങ്ങും, ചിലപ്പോൾ 1 ഇറങ്ങൂല. അല്ലേ, സമയത്ത് ഇറങ്ങില്ല. ചില സമയത്ത് നമ്മൾ നിൽക്കുന്ന സമയം നിന്ന് കഴിഞ്ഞാൽ ചിലവ് നിൽക്കും. പിന്നെ അത് ഇറങ്ങാനുള്ള സമയമാകുമ്പോൾ വെട്ടടിച്ച് അങ്ങ് ഇറങ്ങും. ലൈറ്റ് അതിനെ ഈ വെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് കയ്യിൽ വെച്ചിന് ഒരു ഇത് കാണിക്കുന്ന പ്രാവിനെ മുകളിലങ്ങ് വിട്ടിരുന്നത്. അപ്പോൾ ഒരു പ്രാവ് 2 പ്രാവിനെ വിട്ടാൽ അത് ഈ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ആ രീതി തന്നെ കൊണ്ടുവരണം അല്ലേ? അങ്ങനെ തന്നെ. പിന്നെ ഈ 13.5 മണിക്കൂർ നമ്മൾ ഈ ടൂർണമെന്റില്ലേ, ഇത് പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 13 മണിയാകുമ്പോൾ ഇത് തീറ്റി കൊടുക്കാനല്ലേ നമ്മൾ പുറത്തുന്നത്. അപ്പൊ തീറ്റി കൊടുക്കുന്ന സമയം ആ ഒരു ഇതിന് 10 മിനിറ്റ് ഈ 13:30 എന്നുള്ളതിൽ 7:30 മണി മനസ്സിലായേ? 7:30 മണി എന്നുള്ളത് 7:20 ആകുമ്പോൾ പ്രാവിന് തീറ്റി കൊടുത്ത് ശീലിക്കണം. തീറ്റി കൊടുത്ത് ശീലിക്കുമ്പോൾ അതേ ടൈമിൽ ആകുമ്പോൾ കറക്റ്റ് ഇതിൻ്റെ ഒരു തിന്നാൻ സമയമായി. അപ്പോൾ 2 വെട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആ 13.5 മണിക്കൂർ മുമ്പ് ഇറങ്ങും. അല്ലെങ്കിൽ ഇറങ്ങൂല. ടൈം കയറി കഴിഞ്ഞാൽ ഔട്ടാണല്ലേ? ഔട്ടാണ് അതിൽ. ഓക്കെ. ഈ മോസ്റ്റ്ലി എന്തൊക്കെ റൂൾസ് ആണ് പറഞ്ഞത് ഈ ടൂർണമെന്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത്? ഈ പ്രാവൊക്കെ അവർക്ക് ഇത്ര മിനിറ്റ് ഓരോ ക്ലബ് അനുസരിച്ച് ഡിഫറെന്റ് ഇത് വരെ 20 മിനിറ്റ് 15 മിനിറ്റ് അതാണ് അവരെ കാഴ്ചപ്പാടിൽ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. രാത്രിയാകുമ്പോൾ അരമണിക്കൂറിലുണ്ട്, 20 മിനിറ്റിലുണ്ട്, 3/4 മണിക്കൂറിലുണ്ട്. ഈ ഏരിയ പോലെ അനുസരിച്ച് പല ടൂർണമെന്റിലും പ്രാവ് പറക്കുന്ന രീതികളെല്ലാം നോക്കിയിട്ട് നീ വലിഞ്ഞു പറക്കണൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ടൈം കിട്ടുമല്ലേ? വലിഞ്ഞു വെക്കുന്ന ടൈം കിട്ടും. പക്ഷെ അവർക്ക് ആ ടൈമിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ഈ പ്രാവ് കൂടുതലും വലിഞ്ഞ് നിൽക്കാതെ നമ്മളെ ഏരിയ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രയും എളുപ്പമാണ്. ഓക്കെ. ഇപ്പൊ ഈ ടൂർണമെന്റൊക്കെ വേറെ പ്രാവുകൾ വന്ന് കയറി കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും? ഇപ്പൊ വേറെ കൂടുതൽ പ്രാവ് വന്നിട്ട് നമ്മളതിന്റെ കൂടെ നമുക്ക് അത് വിഷയം പറഞ്ഞില്ല സംഭവം. ഓക്കെ. അത് നമുക്ക് ഫൗളായിട്ടൊന്നും കണക്ക് വരില്ല. അവര് നമുക്ക് സീലടിച്ച് വിടുന്ന 2 പ്രാവല്ലേ ഉള്ളൂ. 2 പ്രാവിന് കമ്പൽസറി പറക്കണ കാണിച്ചു കൊടുക്കണം. അല്ല വേറെ പ്രാവുകൾ വന്നിട്ട് മുമ്പ് ഞാൻ ടൂർണമെന്റ് വർത്തിക്കുന്ന സമയത്ത് ഞാൻ വിറ്റ് ഒരു 1.5-2 കൊല്ലം കഴിഞ്ഞ പ്രാവ് ടൂർണമെന്റ് ടൈം ആയപ്പോൾ കയറിക്കുന്നു. പക്ഷെ ഇതിന്റെ കൂടെ അതും ഞാൻ നൈറ്റ് വർത്തിക്കൊണ്ടിരുന്നത് നമ്മൾ പയ്യന് കൊടുത്തതാണ് സംഭവം. അവൻ വേറെ ആക്കും വിറ്റ് അതിനെ ചെറുക്കാൻ ഞാൻ കൊടുത്താൽ അവന് വേറെ വിറ്റിട്ട് എൻ്റെ പറഞ്ഞ് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കളഞ്ഞ് ആ പ്രാവ് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് എനിക്ക് ടൂർണമെൻറ്റ് പറഞ്ഞ സമയത്ത് ഇതേപോലെ ഈ സബ്ജക്റ്റ് ഞാൻ ടൂർണമെൻറ്റ് പറഞ്ഞ സമയത്ത് ഈ പ്രാവ് വന്ന് ഇതിൻ്റെ കൂടെ ഇറങ്ങുന്ന നേരം അതിൻ്റെ കൂടെ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി എൻ്റെ പ്രാവാണെന്നത്. ഞാൻ വിറ്റ് ഈ ഇപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളെ ടൂർണമെന്റ് ഇപ്പോൾ 2 പ്രാവ് വിടുമല്ലേ നമ്മള്? അതിലിപ്പോൾ ഒരാൾ ഇറങ്ങി കഴിഞ്ഞ് മറ്റേ ആൾ ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും കണക്ക് പറഞ്ഞത് അതിന്റെ പ്രാവിന്റെ? രണ്ടാമത് ഇറങ്ങുന്നതിൻ്റെ. ഓക്കെ. അപ്പൊ ഈ നമ്മൾ ഈ അഥവാ ഇപ്പൊ ടൂർണമെന്റ് ജയിച്ച സർട്ടിഫിക്കറ്റ് വരുമല്ലോ, അപ്പൊ ഈ 2 പ്രാവിന്റെയും ഒരേ ടൈം വെച്ചാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണേ? ഏത് പ്രാവ് എന്ന് പറഞ്ഞാൽ ആ കൂട്ടിന് ഫസ്റ്റ് വരണമായിരിക്കും. ഓക്കെ. ഇപ്പൊ ഫസ്റ്റ് പ്രാവ് ഇറങ്ങുന്നത് പറഞ്ഞ് കണക്ക് വരില്ല. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഒരു പ്രാവ് മാത്രം ഒരു 3 മണിക്കൂർ എക്സ്ട്രാ പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിക്കൂർ പറഞ്ഞതും കൂടെ ചേർത്തായിരിക്കും ടൈം. ഓക്കെ. ഏതെങ്കിലും ഒന്ന് ഇറങ്ങും, ഒന്ന് ടോപ്പ് വയ്ക്കും. ഇപ്പൊ ടൂർണമെന്റ് എത്ര പേര് ഞാൻ വിട്ടിട്ടുണ്ട്. 2 പ്രാവ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഒന്നിന് വൈരിയുണ്ട്. ഇപ്പോൾ പറത്താൻ പിന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല. പറത്താൻ വേണ്ടി ഒരാഴ്ച പോലും ഇല്ല. ടൂറിന് ഒരാഴ്ച ഇല്ല. ആ സമയത്ത് ഞാൻ ഈ ഒരു പ്രാവിനെയും അല്ലാതെ ഇതിൻ്റെ കൂടെ അപ്പോഴേ തന്നെ വേറെ ഒന്നിനും കൂടെ സീലടിച്ച് അതൊരു 4-5 മണിക്കൂറായപ്പം അതിറങ്ങി. മറ്റേത്
14 സംതിങ്. അത് ഒറ്റയ്ക്കാണ് നിന്ന് ഈ കൂടെ പറഞ്ഞത് ട്രെയിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു മുമ്പ്. അത് ചുറ്റിക്കാൻ കുറെ ഓക്കെ, ചുറ്റിക്കാൻ വെച്ചിരുന്ന പ്രാവിന് വിട്ട് ഒരു 6-7 മണിക്കൂറൊക്കെ നിന്ന് പറഞ്ഞിട്ടുള്ളേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അല്ലേ? അപ്പൊ അതിനെ വിട്ടിട്ട് അത് ഇറങ്ങുകയും ചെയ്ത് അത് ആ ടൈം ഇറങ്ങുകയും ചെയ്ത് മറ്റു ഒറ്റയ്ക്കാണ് നിന്നത്. അങ്ങനെ കുഴപ്പമില്ല. ഈ മേലും അതിന്റെ കുഞ്ഞാണ്. ഇതിന് 9 ചില്ലറ പറത്തിയിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഒരിക്കൽ വരി അടിച്ച് പള്ള കയറി ഇവിടെ കൊക്കറയും പള്ളയും കയറി ഞാൻ തച്ചൊക്കെ പറക്കി വെച്ചിങ്ങനെ വേറെ ഇപ്പൊ വേറെ കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല. ഈ മോസ്റ്റ്ലി ഇപ്പൊ അങ്ങനെ ഒരു ഇഞ്ചുറി ഇങ്ങനെ വരുമ്പോൾ അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് രീതി എങ്ങനെയാണ്? ഇപ്പൊ വൈരിയൊക്കെ അടിച്ചു കഴിഞ്ഞ് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടോ? ഇപ്പൊ വൈരി അടിച്ചെന്ന് പറഞ്ഞു വരി അടിച്ച് ചില രക്ഷപ്പെടും. എന്നുവെച്ചാൽ ഓവറായിട്ട് കയറി പോയി കഴിഞ്ഞാൽ ഓവറായിട്ട് കയറി പോയി പള്ള ചെറവ് ഈ മോസ്റ്റ്ലി ഇത് കഴുത്ത് നോക്കിയാണ് പിടിക്കുന്നത് വൈരി. അള്ളണ കഴുത്തിലാണ്. ഓക്കെ ഓക്കെ. അതിന് ഈ കൊക്ക അതിന്റെ നാഗം ഉറപ്പായിട്ടും കൊണ്ട് കയറും. കൊക്കറ ഈ കംപ്ലീറ്റ് കയറി. പിന്നെ അടി കിട്ടി കഴിഞ്ഞാൽ ഈ ചിറവ് മുറിഞ്ഞു പോകും. എനിക്കും ചിറവ് മുറിഞ്ഞ് ഒരു പ്രാവ് വീണിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പിന്നീട് പറക്കുമോ അത് പേടിച്ചു ഇരിക്കുമോ? അത് പിന്നെ പറക്കില്ല. ഓക്കെ, പേടിക്കും. ഒരു കാര്യം, ഒരു വൈരി ഒരു പ്രാവിനെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ആ വൈരി അതിനെ കിട്ടിയില്ലെങ്കിൽ അതിനെ കൊണ്ടുപോകാൻ വേണ്ടി വീണ്ടും വന്നുകൊണ്ടിരിക്കും. അതാണ് ഈ വൈരിയുടെ ഒരു ബുദ്ധി എന്ന് പറയുന്നത്. ഓക്കെ, അതേ പ്രാവിന് വേണ്ടി വീണ്ടും വന്നോണ്ടേ. ഇപ്പൊ ഈ വൈരി ഇപ്പൊ പറക്കുന്ന പ്രാവിനെ അടിക്കാറുണ്ട്. ഇപ്പൊ താഴെ നമ്മൾ കൂടിന്റെ പുറത്ത് വിട്ടിരിക്കുന്ന സമയത്ത് അടിക്കുമോ വന്ന്? ചിലവ് നേരത്തിനുള്ളൂ. ഓക്കെ ഓക്കെ. അങ്ങനെയുണ്ട് കുഞ്ഞുങ്ങളെ. ചില നമ്മളെ ഒരു പയ്യൻ്റെ അവിടെ അവന്റെ ഈ പ്രാവ് തെങ്ങിൽ ഇറങ്ങുള്ളായിരുന്നു. തെങ്ങിൽ ഇറങ്ങുന്നത് ഈ പ്രാവ് പറന്ന് തെങ്ങിൽ ഇറങ്ങിയത് ഈ വൈരി കൂടെ വന്ന് അപ്പോഴെടുത്തു. ഓക്കെ ഓക്കെ. ഇതിന്റെ ഇത് ഇത് ടെയിൽ കട്ട് ചെയ്തിട്ടുണ്ടോ അതോ ബ്രീഡിങ് എളുപ്പമാക്കാൻ വേണ്ടി അതോ? അല്ല, കുഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ, അഴുക്കാവാതിരിക്കും. ഇത് ഇവിടെ നമ്മളെ ഭീമള്ളിയിൽ നിന്ന് ഒരു പൈൻ്റെ എടുത്തതാണ്. ഓക്കെ, കൊള്ളാല്ലേ തല ഹെഡിന്റെ ഇത് കറക്റ്റ് ഒരു സ്ലോപ്പ് വരുന്നുണ്ട്. നല്ല ഇത് ഇവിടെ ഏകദേശം പ്രാവുകൾക്ക് ഇവിടെ ഒരു സ്ട്രൈറ്റ് ഇത് വരുന്നുണ്ടല്ലേ? ഈ സ്ലോപ്പ് വന്നിട്ട് സ്ട്രൈറ്റ് ഒരു ബുദ്ധി മുമ്മറിയുണ്ട്. ഓക്കെ, പ്രത്യേകമായിട്ട് കീപ്പ് ചെയ്തിരിക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ. ചില പ്രാവുകളും ഉണ്ട തലയിരിക്കും. എന്താ പറയാ, ഒരു ചെറിയൊരു ആ ഭാഗത്ത് ഒരു സ്ലോപ്പ് വന്നിട്ട് കൂടെ ഒരു കുഴി കൂടെ ഉള്ള രീതിയിൽ. ഇതതിന്റെ കുഞ്ഞാണ് ആ പേരിന്റെ കുഞ്ഞാണ്. ഓക്കെ ഓക്കെ. ഇതിപ്പോ 0 കളിയാ? ഓക്കെ ഓക്കെ. പക്ഷെ ഓക്കെ ആണല്ലേ സൈസ്? പിന്നെ അല്ല, മെയിലായിരിക്കും. ഓക്കെ ഓക്കെ. ഒറ്റ സിംഗിൾ ആയിട്ടാണ് ഇറക്കുന്നത്. അത് എന്തെങ്കിലും പ്ലസ് പോയിന്റ് ഉണ്ടോ അങ്ങനെ ഇറക്കുമ്പോഴേക്ക് സിംഗിൾ ആയിട്ട് ഇറക്കുമ്പോൾ നമുക്ക് കുഞ്ഞ് നല്ല പരുവത്തിന് കിട്ടുകയും ചെയ്യും. ക്വാളിറ്റി കൂടും. ഈ പറവ ടൈമിന്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടും. ഇതിന് കുഞ്ഞ് നല്ല ഇതിൽ കിട്ടും. മോസ്റ്റ്ലി 2 മുട്ടയാണ്, അതിൽ 1 മുട്ട എടുത്ത് മാറ്റും. അതോ മുട്ട മാറ്റി വേറെ അതിന് വെക്കുക? കുഞ്ഞ് വിരിയുമ്പോൾ ഓരോ കുഞ്ഞ് മാറ്റും. കുഞ്ഞിനെ മാറ്റുന്നത്. ഓക്കെ, മുട്ട വിരിയുന്നവരെ അവിടെ തന്നെ വെച്ചിരിക്കും. അവിടെ ഇരിക്കും. ആരുണ്ട് അപ്പം വേറെ മുട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ ആ മുട്ടയെ മാറ്റിയിട്ട് ഈ കുഞ്ഞിനെ അങ്ങോട്ട് വെച്ച് കൊടുക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ മീൻസ് ഇപ്പോൾ കിട്ടുന്ന ഫുഡിന്റെ അളവ് കൂടുന്നതനുസരിച്ച് പ്രാവിന്റെ ക്വാളിറ്റിയും കൂടും. കുഞ്ഞിന്റെ ഇത് കിട്ടും. മറ്റേ 2 കുഞ്ഞാകുമ്പോൾ ഒന്ന് കറണ്ട് ഇരിക്കും. ഈ പാരന്റ് അടുത്ത് നിന്ന് എപ്പോൾ മാറ്റും? എന്നിട്ട് ഇത് കൊച്ചത്തെ നമ്പർ ആകുമ്പോൾ അങ്ങ് മാറ്റും. ഓക്കെ, ഒരു 0 കളി മാറുന്നതിന് മുമ്പേ മാറ്റും. ഓക്കെ, സ്വന്തമായിട്ട് ഫുഡ് എടുക്കാൻ ഇറങ്ങുമ്പോൾ ഹവായി കൂടെ അല്ലാതെ ഈ കുഞ്ഞിനെ മാറ്റുന്നത് സിംഗിൾ അറയിലോട്ട്. എല്ലാം കൂടെ ഓക്കെ ഓക്കെ ഓക്കെ. അതിലിട്ടിരിക്കും. അതിൽ തന്നെ ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഇട്ടിരിക്കുന്നത്. ഓക്കെ. ഇമേൽ മുമ്പ് കിടന്നു. ഇത് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഇത് എന്താ പറയുക, ചിറകിൽ മാത്രം ബ്ലാക്ക് ഒറ്റ സിംഗിളാ? ഇത് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ പറകളിൽ ഈ ചിറകിൽ മാത്രം തൂവല് ചിറകിൽ ഈ ഒരു സിംഗിൾ ഇത് ഈ ഏറ്റവും അവസാനത്തെ 10ാം കല്ലില്ലേ, ഈ 10ാം കല്ലി മറ്റേ 9ാമത്തെ കല്ലിയും കട്ടി 1 ഇഞ്ച് നീളം കുറഞ്ഞിരുന്ന പ്രാവിന് അത്രയും നല്ല പറവ കിട്ടും. ഓക്കെ ഓക്കെ. മനസ്സിലായാ? ഈ 10ാമത്തെ കല്ലിയും കട്ടി 9ാമത്തെ കല്ലിയും കട്ടി 1 ഇഞ്ച് കുറഞ്ഞിരിക്കുന്നത്. ഇത് ഇത്രേ വരാൻ പാടുള്ളൂ. ഇത്ര അങ്ങനെയുള്ള പ്രാവൊക്കെ നല്ല പറവ കിട്ടും. ഈ പ്രാവ് അങ്ങനെയുള്ളതാണ്. ഇത്ര തന്നെ ഇതിന്റെ നീളം കുറവാണ്. ഇത് 2 ഇഞ്ച് വരെ നീളം കുറവാണ്. അത് നല്ല നല്ല നീളമുണ്ട്. നല്ല ഈ ഇപ്പൊ വേറെ കൂട്ടിലൊക്കെ പോയി പ്രാവ് എടുക്കാൻ പോകല. അപ്പം മെയിൻ ആയിട്ട് എന്തൊക്കെയായിരിക്കും ശ്രദ്ധിക്കുന്നത്? ഞാൻ ശ്രദ്ധിക്കുന്നത് പ്രാവിന്റെ നല്ല ഷേപ്പ്, ഹെഡിന്റെ ഷേപ്പ്, പിന്നെ ഈ മൂക്കിന്റെ ഇത് ഈ ഒരു പാലം നമ്മളെ ഈ കയ്യിൽ ഒരു ആംഗിളില്ലേ, ആംഗിൾ ഷേപ്പ് ആയിരിക്കും പ്രാവ് ഇരിക്കാനുള്ളത്. ഇതും 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 ചുണ്ടും എല്ലാം കംപ്ലീറ്റ് അതേപോലെ ഇരിക്കണം. ഈ അല്ലാതെ വേറെ നഖം, ചുണ്ട് അങ്ങനെയുള്ള ഇതൊന്നും നോക്കാറില്ല. എല്ലാവരും പറയും ഈ ചുണ്ട് വെളുപ്പാണെങ്കിൽ
നഖങ്ങളും വെളുപ്പായിരിക്കും. അങ്ങനെ ഒരിക്കലും പ്രാവിന് ചിലതിനെ കിട്ടുള്ളൂ. മിക്കത് കാരണം ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ അടുത്തുള്ള നല്ല ക്വാളിറ്റി ഉള്ളത് ഇപ്പോൾ ബ്ലാക്ക് ചുണ്ടും വൈറ്റ് ചുണ്ടും പറഞ്ഞ പ്രാവിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മിക്സ് ഒക്കെ ആയിട്ടായിരിക്കും ഇറങ്ങുന്നത്. പക്ഷെ കുഞ്ഞ് നല്ല റിസൾട്ടും ഉണ്ടായിരിക്കും. കുഞ്ഞ് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. പിന്നെ ഈ കണ്ണിന്റെ ഈ റിങ്ങില്ലേ, റിങ് നല്ല വലിപ്പം ഉണ്ടായിരിക്കണം. ഏത് അകത്തുള്ള ബ്ലാക്ക് കളറാ? ബ്ലാക്ക് അല്ല, ഈ നമ്മളെ ഈ ചുറ്റുള്ള ഓക്കെ ഔട്ട് സൈഡിലുള്ള അത് എപ്പോഴും നല്ല അത് മെമ്മറി ഉള്ള പ്രാവിന് അങ്ങനെ ആയിരിക്കും. ആ പ്രാവ് ഇത് ഞാൻ ഇപ്പോൾ പറത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഞാൻ ഇപ്പോൾ 14 ചില്ലറ പറത്തിയതാണ്. ഇപ്പൊ നമ്മൾ കാണിച്ച ശേഷം പാരന്റ് സ്റ്റോക്കിൽ ഇതിലൊന്നും കൊടുക്കാനില്ലല്ലോ. ഇപ്പം ഇതുവരെ കാണിച്ചത് എല്ലാം അത് ഒന്നും കൊടുക്കില്ല. ഓക്കെ, പാരന്റ് സ്റ്റോക്കല്ലേ നമ്മൾ കീപ്പ് ചെയ്യാൻ കൊടുക്കാനുള്ളത് 1 2. ഓക്കെ, ഇതിലുള്ളതും കൊടുക്കാനുള്ളല്ലേ? അപ്പം ആർക്കെങ്കിലും ഇതിലെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഏതാണ് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണം പറഞ്ഞു തരും ഏതൊക്കെയാണ്. മീൻസ് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ, ഇപ്പോഴും പറത്തിക്കൊണ്ടിരിക്കണം. ഇത് ജോഡി ഇട്ടിരിക്കണം. ഈ ജോഡി ഇട്ട് കഴിഞ്ഞാൽ പ്രാവ് ടൈം വയ്ക്കുമോ വീണ്ടും? ഈ ഇപ്പോഴും ഫുഡ് ഗോതമ്പ് അങ്ങനെയൊക്കെയാണോ അതോ അല്ലാതെ മിക്സഡ്? ഓക്കെ ഓക്കെ, സമയത്ത് മാത്രമാണ് ബദാമും അങ്ങനെയുള്ള എക്സ്ട്രാ കയറണം. അടിപ്പരിപ്പ് കപ്പലണ്ടിയൊക്കെ കൊടുക്കുന്നത് അല്ല, മിക്സർ തന്നെ കൊടുക്കുന്നത്. ഇത് അതിൻ്റെ പെട്ടയാണ് കുറ്റിച്ചുണ്ടെന്നാണ്. ഓക്കെ ഓക്കെ, ഇതിൻ്റെ തള്ളയാണ്. ഇതിൻ്റെ തള്ളയാണ്. ഇതിന് ഒരു തനിവെള്ളയിൽ കരിങ്കണ്ണാണ് ആദ്യം ഇട്ടിരുന്നത്. ഓക്കെ, ഇത് കണ്ണൊരു ചെറിയൊരു ഇത് വരുന്നുണ്ട്. കറക്റ്റ് ക്യാമറ നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കട്ടെ ഫോക്കസ് ചെയ്യും. ആ ഓക്കെ, ഒരു ഡാർക്ക് റെഡ് പോലെ വരുന്നുണ്ട് സൈഡ്. ഇത് പച്ചയാണോ അതോ? അല്ലല്ല അല്ലല്ല, ഒരു പച്ചക്കണ്ണ് ഫീമെയിൽ ഇന്നലെയാണ് കൊടുത്തത്. വിറ്റത്? ഓക്കെ ഓക്കെ, അത് ഇങ്ങനെ റിസൾട്ട് വെച്ചിട്ടുണ്ടോ? പച്ചയൊക്കെ വന്നിട്ട് കുറച്ച് ടൈമൊക്കെ വയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പച്ച നല്ല ടൈം കിട്ടും. നൈറ്റ് പറവയിലും കയറുമല്ലേ? അത് നൈറ്റും ഈ വെള്ളിക്കണ്ണും അതേപോലെ തന്നെ നൈറ്റ് കയറുമല്ലേ? വെള്ളിക്കണ്ണിൽ ഈ ചിലവർ ഈ കർണ പ്രാവും കൊണ്ട് അല്ല, അത് കർണയല്ല, പറവല്ലേ? വിളിക്കണ കിട്ടും. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് പാർട്ടിന് ഏകദേശം 25 മിനിറ്റ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ കാൽക്കുലേഷനിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അല്ലാണ്ടടുത്ത് ഏകദേശം പറവയുടെ കുറിച്ചുള്ള ഏകദേശം നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഒരു പറവ ട്രെയിൻ ചെയ്യിക്കുന്ന രീതി, അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രാവ് എടുക്കാൻ പോകുമ്പോൾ, എന്ത് ഫുഡ് കൊടുക്കണം, എങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ചോദിച്ച് മനസ്സിലാക്കിയതിൻ്റെ കൂടെ അല്ലാണ്ട് ഒരു കൂട്ടിലെ പ്രാവിനെ കാണിച്ചപ്പോൾ ഏകദേശം 10-25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഓവർ ലെന്ത് വീഡിയോ എടുക്കുന്നില്ല. നമ്മൾ കുറേശ്ശെ ആയിട്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലും, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ള ഏകദേശം ഒരു 2-3 ജോഡി കൊടുക്കാനുള്ളതല്ലേ? 4-5 ജോഡികൾ അതിൽ കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് പ്രാവ് വേണമെന്ന് പറഞ്ഞാൽ അല്ലാണ്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് ചോദിച്ചാൽ മതി. ആ സ്ക്രീൻഷോട്ട് എടുത്ത് ചോദിക്കുന്നതിൽ അതിനുണ്ടെങ്കിൽ കൊടുക്കാനുള്ളതാണെങ്കിൽ അത് റേറ്റും ബാക്കിയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ അതിൽ കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് കൊടുക്കാനുള്ളതെന്നാണ് പറഞ്ഞു തരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സ്ഥലം വന്നിട്ട് വിഴിഞ്ഞം ആഴിമല. ഓക്കെ, വിഴിഞ്ഞ ആഴിമലയുടെ അടുത്തായിട്ടാണ് പറഞ്ഞത്. മുള്ളൂരിൻ്റെ അടുത്തായിട്ട്, ഹാർബറിൻ്റെ അടുത്ത്. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ്. അപ്പോൾ ഏത് പ്രാവ് വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്തുള്ള ആൾക്കാരുടെ വന്ന് നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കാം. വന്നിട്ട് അതിൻ്റെ ക്വാളിറ്റി നോക്കി മനസ്സിലാക്കി എടുക്കാം പ്രാവിൻ്റെ. ഇപ്പോൾ ദൂരത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏത് പ്രാവ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, ക്വാളിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എണ്ണം പറഞ്ഞു തരും. അതനുസരിച്ച് നിങ്ങൾക്ക് നോക്കി എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ കാണിച്ചതെല്ലാം ബ്രീഡിംഗ് സ്റ്റോക്ക്. ഇതിന് പുറമെ കുഞ്ഞന്മാരും കൊടുക്കാറുണ്ട്. ഓക്കെ, കുഞ്ഞന്മാരും കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ വീണ്ടും എന്ന് വെച്ചാൽ നെക്സ്റ്റ് വീഡിയോ വന്നിട്ട് നമ്മൾ അടുത്ത് ഇനി 2 kg ഇനിയും ഇരിപ്പുണ്ട്. അപ്പോൾ അവരെ കൂടെ കാണിക്കണം. പിന്നെ എന്ന് വെച്ചാൽ ഇത് കാണിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, അല്ലാണ്ടുള്ള പ്രാവിൻ്റെ ഒരു ക്വാളിറ്റി ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയും, അതേപോലെ തന്നെ ഈ പ്രാവുകളെ കാണുന്നതിൻ്റെ കൂടെ നമ്മൾ കുറേ അധികം കാര്യങ്ങൾ ഇൻഫർമേഷൻ ചോദിച്ച് മനസ്സിലാക്കാം.